വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വ്ളോഗ് ഒരു ഹോളിഡേ വ്ളോഗാണ്. ഹോളിഡേ കിട്ടുമ്പം ഞങ്ങൾ എങ്ങനെ സ്പെൻഡ് ചെയ്തു എന്നുള്ള ഒരു വ്ളോഗാണിത്. മൂവിക്കും അമ്പലത്തിലും ഒക്കെ പോയ കുറച്ച് വിശേഷങ്ങളാണ് ഈ വ്ളോഗിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കിത് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഫസ്റ്റ് തന്നെ ഞങ്ങൾ പോകുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ വടക്കേ നടയിലാണ്. അപ്പം ഞങ്ങൾ ഹോളിഡേ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെയൊക്കെ വെക്കേഷനൊക്കെ കിട്ടുമ്പോൾ ഞങ്ങൾ വെറുതെ പത്മനാഭസ്വാമി ക്ഷേത്രം ആ ഒരു ഏരിയയിലോട്ടൊക്കെ പോകാറുണ്ട്. എൻ്റെ അമ്മ ജനിച്ച് പഠിച്ച് വളർന്നതൊക്കെ ആ ഒരു പത്മനാഭസ്വാമി ക്ഷേത്രം അവിടുത്തെ ആ ഒരു പടിഞ്ഞാറേക്കോട്ട എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഏരിയയിലായിട്ടാണ്. അപ്പം അമ്മയ്ക്ക് എപ്പോഴും അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഭയങ്കര ഒരു നൊസ്റ്റാൾജിയാണ്. അപ്പം അമ്മയാണ് എന്താണ് പറയുന്നത്, നമുക്കവിടെ ഒന്ന് പോവാൻ വെറുതെ നടക്കാം എന്നൊക്കെ. അപ്പം ഞങ്ങളങ്ങനെ ആ ഒരു ഡേ വെറുതെ ഒന്ന് മോർണിംഗ് അവിടെ കൂടെ ഒന്ന് നടക്കാമെന്ന് വിചാരിച്ച് പോയതാണ്, ജസ്റ്റ് ഒരു വാക്കിനായിട്ട്. ഇത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ വടക്കേ നടയാണ്. മോസ്റ്റ്ലി എല്ലാവരും കിഴക്കേ നടയായിരിക്കും കാണാറുള്ളത് ഈ റീൽസിലൊക്കെ, പക്ഷേ ഇത് വടക്കേ നടയാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. ഇവിടെ ഇപ്പോൾ ചെറിയ ഇങ്ങനത്തെ ഷോപ്സൊക്കെ ഉണ്ട് രണ്ട് സൈഡിലായിട്ട്. അങ്ങനെ ആ വഴി കുറച്ച് ഫ്രണ്ടിലോട്ട് നടന്നാൽ പത്മതീർത്ഥ കുളമുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രമായിട്ട് ചേർന്ന് കിടക്കുന്ന കുളമാണത്. അപ്പം ഞങ്ങൾ വെറുതെ അങ്ങോട്ടേക്ക് പോയി ഒന്ന് ജസ്റ്റ് കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങോട്ടേക്കൊന്ന് പോയി. ആക്ച്വലി പത്മനാഭസ്വാമി ക്ഷേത്രം അങ്ങോട്ടൊക്കെ വന്നിട്ട് കുറേ നാളായി. അപ്പം അന്ന് ഹോളിഡേ ആയതുകൊണ്ട് വെറുതെ ഒന്ന് പോകാമെന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. അപ്പം ഇതാണ് പത്മതീർത്ഥ കുളം. ഒരു പഴയ ട്രഡീഷണൽ മോഡലാണ് എല്ലാം അവിടെ. ഇതാണ് എൻ്റെ അമ്മ പഠിച്ച സ്കൂള്, ഫോർട്ട് ഗേൾസ് മിഷൻ സ്കൂള്. ഇവിടെയാണ് എൻ്റെ അമ്മയുടെ സ്കൂളിങ്ങും ഒക്കെ നടന്നത്. അവിടെ കൂടെ കുറച്ച് നേരം നടന്നു, കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ വീട്ടിലേക്കാണ് വന്നത്. ഈവനിങ് ആയപ്പോൾ ഞങ്ങൾക്ക് അമ്പലത്തിലൊക്കെ പോകണം എന്ന് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ ടൈം ഒട്ടും വേസ്റ്റ് ചെയ്യാണ്ട് നേരെ വീട്ടിലേക്ക് വന്നു. ദെൻ ഈവനിങ് ആയപ്പോൾ ഞങ്ങൾ അടുത്തൊരു അമ്പലമുണ്ട്, ശിവൻ്റെ ഒരു ക്ഷേത്രമാണ്. അപ്പോൾ ഞാനും അച്ഛനും അമ്മയൊക്കെ ഇടയ്ക്ക് അവിടെ പോകാറുണ്ട്. അച്ഛൻ മിക്കവാറും പോകും, ഞാനും അമ്മയൊക്കെ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോകാറുണ്ട്. അപ്പോൾ അവിടെ ഒന്ന് പോകാം എന്ന് കരുതി അങ്ങനെ ഞങ്ങൾ 3 പേരും അമ്പലത്തിലെത്തി. ഈ ഒരു അമ്പലം കണ്ടാൽ നമുക്ക് ഒരു പഴയ മോഡൽ ഒരു അമ്പലമാണ്. അവരങ്ങനെയാണ് അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. പഴയ ഒരു മോഡൽ ഒരു ടൈപ്പ് ഓഫ് അമ്പലമാണ്. നിങ്ങൾക്ക് തന്നെ കാണാമല്ലോ ഇങ്ങനെയൊക്കെ. അങ്ങനെ അമ്പലത്തിൽ നിന്നൊക്കെ തൊഴുത് ഞങ്ങൾ നേരെ വീട്ടിലേക്കാണ് പോയത്. 2-3 അമ്പലത്തിൽ പോയി, അതെനിക്ക് എടുക്കാൻ പറ്റിയില്ല. ദെൻ നെക്സ്റ്റ് ഡേ ഞങ്ങൾക്ക് മൂവി കാണണം എന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനും അമ്മയും അച്ഛനും കൂടെ മൂവിക്ക് വേണ്ടി പോവാണ്. ഞാനും അമ്മയും ഓട്ടോയിൽ പോയി, അച്ഛൻ വന്നിട്ട് സ്കൂട്ടറിൽ ഡയറക്റ്റായിട്ട് തിയേറ്ററിലേക്കാണ് വന്നത്.
ഇതൊക്കെയാണ് അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്ന വഴി. ഞങ്ങൾ പോകുന്നത് ഏരീസ് പ്ലസ് എന്ന് പറഞ്ഞിട്ട് ഒരു തിയേറ്ററിലേക്കാണ്. ട്രിവാൻഡ്രത്തുള്ള മിക്കവർക്കും അറിയാവുന്നത് തന്നെയാണ്. സോ അതിന് മുമ്പായിട്ട് ഞങ്ങൾക്ക് ടീ കുടിക്കണം എന്നുണ്ടായിരുന്നു. സോ ഞങ്ങൾ ടീ കുടിക്കാനായിട്ട് ഒരു ടീ ഷോപ്പിൽ കയറി. അപ്പം അമ്മയുടെ ഒരു സ്റ്റുഡൻറ്റിനെ അമ്മയ്ക്ക് കാണാൻ പറ്റി. അപ്പം ആ ചേട്ടൻ വന്ന് പരിചയപ്പെട്ടു. അമ്മ കുഞ്ഞിലെ പഠിപ്പിച്ച ചേട്ടനാണ്. ആ ചേട്ടൻ ദ വീക്ക് എന്ന് പറഞ്ഞ മനോരമയുടെ മാഗസിനിലാണ് വർക്ക് ചെയ്യുന്നത്. ദെൻ ഞങ്ങൾ നേരെ അച്ഛൻ്റെ ഓഫീസിലേക്ക് പോയി. ഫസ്റ്റ് അച്ഛൻ അവിടെ വരാമെന്നാണ് പറഞ്ഞിരുന്നത്. സോ ഞങ്ങൾ അതുകൊണ്ട് നേരെ അച്ഛൻ്റെ ഓഫീസിലേക്കാണ് പോയത്. അച്ഛൻ്റെ ഓഫീസ് തമ്പാനൂർ അരിസ്റ്റോ ജംഗ്ഷനിലുള്ള മംഗളം ഓഫീസിലാണ് അച്ഛൻ വർക്ക് ചെയ്യുന്നത്. സോ ഞങ്ങൾ അങ്ങോട്ടേക്കാണ് പിന്നെ പോയത്. സോ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് പിക്സൊക്കെ എടുത്തിട്ട് അമ്മയും ഞാനും കുറച്ച് പിക്സൊക്കെ എടുത്തു. അപ്പം അച്ഛൻ പറഞ്ഞു അച്ഛൻ സ്ട്രെയിറ്റ് ആയിട്ട് തിയേറ്ററിലേക്ക് വരാമെന്ന്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഓട്ടോയൊക്കെ പിടിച്ചിട്ട് തിയേറ്ററിലേക്കാണ് പിന്നീട് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ തിയേറ്ററിൽ എത്തിയിട്ടുണ്ട്. 6:30 ഷോയ്ക്കാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ കാണുന്ന മൂവി മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞിട്ട മൂവിയാണ് കാണാൻ പോകുന്നത്. സോ ഇതാണ് തിയേറ്റർ. ഏരീസ് പ്ലസ് എന്നാണ് തിയേറ്ററിൻ്റെ പേര്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ട്രിവാൻഡ്രത്തുള്ള മിക്കവർക്കും ഈ തിയേറ്റർ ഫെമിലിയർ ആയിരിക്കും. സോ എനിക്ക് തോന്നുന്നത് ഞങ്ങളാണ് മഞ്ജുമൽ ബോയ്സ് ഏറ്റവും ലാസ്റ്റായിട്ട് കാണുന്നതെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ തീരെ ഉണ്ടായിരുന്നില്ല തിയേറ്ററിൽ മൂവി കാണാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ അങ്ങനെയല്ല, സീറ്റൊക്കെ എല്ലാം ഫില്ലാവാറുണ്ട്. ബട്ട് അന്ന് ഒരുപാട് ലാസ്റ്റാണ് ഞങ്ങൾ പോയത്. സോ അധികം ആളൊന്നും ഉണ്ടായിരുന്നില്ല. തിയേറ്ററിൻ്റെ ഉള്ളിൽ ക്ലീനിങ് നടക്കുമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം വെളിയിൽ വെയിറ്റ് ചെയ്തു. അപ്പം ഒരു 6:15 ആയപ്പോഴാണ് ഞങ്ങളെ ഉള്ളിലേക്ക് അലോ ചെയ്തത്. ഇപ്പം എന്താ ഞങ്ങൾ തിയേറ്ററിൻ്റെ ഉള്ളിലാണ് ഉള്ളത്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ അധികം ആൾക്കാരുണ്ടായിരുന്നില്ല മൂവി കാണാൻ. ബിക്കോസ് ഞാൻ പറഞ്ഞല്ലോ, ലാസ്റ്റായിരുന്നു ഞങ്ങൾ മൂവി കണ്ടത്. അതുകൊണ്ട് തന്നെ എല്ലാവരും കണ്ടു കഴിഞ്ഞിരുന്നു ആ ടൈമിനുള്ളിൽ. അപ്പോൾ അതാ മഞ്ഞുമൽ ബോയ്സ് എന്നൊക്കെ എഴുതി കാണിക്കുന്നു. സോ ഇൻ്റർവെല്ലായി. അപ്പം ഇൻ്റർവെല്ലായപ്പം അവർ കോഫിയൊന്നും ഉള്ളിലേക്ക് അലോ ചെയ്യില്ല. അപ്പം പെപ്സി അങ്ങനത്തെ കൂൾ ഡ്രിങ്ക്സ് മാത്രമേ അലോ ചെയ്യുള്ളൂ. അപ്പോൾ കോഫി ടീ ഒക്കെ നമ്മൾ വെളിയിൽ പോയിട്ട് തന്നെ കുടിക്കണം. സോ ഇൻ്റർവെൽ ആയപ്പോഴേക്കും അച്ഛൻ ഓൾറെഡി പോയി. അപ്പം ഞാനും അമ്മയും കൂടെ കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഞാനും അമ്മയും അച്ഛനും കോഫി തന്നെയാണ് കുടിച്ചത്. അച്ഛൻ എന്തോ പഫ് കഴിച്ചിരുന്നു സ്നാക്കായിട്ട്. അപ്പം ഞാനും അമ്മയും അങ്ങനെ വേറൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തോ ഒരു ചിപ്സ് മാത്രം ഉള്ളിൽ പോയിട്ട് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ വാങ്ങിയിരുന്നു. സോ മൂവിയൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. എല്ലാവർക്കും മൂവി വളരെ ഇഷ്ടമായി. അമ്മ കുറേ കരയൊക്കെ ചെയ്തു ലാസ്റ്റ് ക്ലൈമാക്സ് ഒക്കെ കണ്ടിട്ട്. ദെൻ ഞങ്ങൾ 3 പേരും കൂടെയാണ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്. നൈറ്റായിരുന്നു, ഒരു 9:30 ഒക്കെ ആയി എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കും.
ഇതാണ് ട്രിവാൻഡ്രം ബസ് സ്റ്റാൻഡ്. ഇതിപ്പം 9:30 10:30 അങ്ങനെ ഒരു ടൈമേ ഇല്ല. എത്ര ലേറ്റ് ആയാലും ഇവിടെ ഭയങ്കര ക്രൗഡായിരിക്കും. ബസ്സും ട്രെയിനും ഒക്കെ എപ്പോഴും ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഏത് ടൈമിൽ പോയാലും നല്ല ക്രൗഡഡ് ആയിരിക്കും. അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് ട്രിവാൻഡ്രം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. അത് ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. ഇതാണ് ട്രിവാൻഡ്രം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. അവിടെയും നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം നല്ല ക്രൗഡഡ് ആണ്. അത് ഏത് ടൈമാണെങ്കിലും നല്ല ക്രൗഡഡ് ആണ്. ദെൻ അച്ഛൻ എന്തോ മെഡിസിൻ വാങ്ങാൻ വേണ്ടിയിട്ട് മെഡിസിൻ ഷോപ്പിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ദെൻ ഞങ്ങൾ നേരെ മൂവി എല്ലാം കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് എത്തി. ഇനി നെക്സ്റ്റ് ഡേ ഞങ്ങൾക്ക് തകഴിക്ക് പോകണം അമ്മയുടെ സ്കൂളിലോട്ട്. പിന്നെ അമ്മ ഹൗസ് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ അതിനായിട്ട് ഞാനും അച്ഛനും കൂടെ അമ്മയുടെ കൂടെ പോകുന്നുണ്ടായിരുന്നു. സോ ഞങ്ങൾ അന്ന് നേരത്തെ കിടന്നു. മോർണിംഗ് ഞങ്ങൾക്ക് പോകണം എന്നുള്ളതുകൊണ്ട് അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞങ്ങൾ ജേർണി സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ അതാ തകഴിക്ക് എത്തി. അതിൻ്റെ പ്രൂഫാണ് നെല്ലിങ്ങനെ വിളവെടുത്ത് ഇട്ടിരിക്കുന്നത്. അവിടെ ചെല്ലുമ്പോൾ മാത്രം നമുക്ക് കാണാൻ പറ്റുന്ന കുറച്ച് കാഴ്ചകളാണ് ഇതൊക്കെ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതൊക്കെ കാണുന്നത്. അങ്ങനെ അമ്മ വീടൊക്കെ ഷിഫ്റ്റ് ചെയ്തു. ഇതാണ് അമ്മയുടെ പുതിയ വീട്. ഈ വീട് വന്നിട്ട് അമ്മ പണ്ട് പഠിപ്പിച്ച 2 ചേച്ചിമാരുടെ വീടാണ്. അഞ്ജു അഞ്ജന എന്ന് പറഞ്ഞിട്ട് 2 ചേച്ചിമാരുടെ വീടാണ്. അതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് അമ്മ ഇപ്പോൾ താമസിക്കുന്നത്. അപ്പം അവിടുത്തെ അങ്കിളും ആ ചേച്ചിമാരും കൂടെയാണ് ഈ ഗാർഡനും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. മോസ്റ്റ്ലി അങ്കിളാണ് ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. എത്ര ഭംഗിയാണെന്ന് നിങ്ങൾ തന്നെ നോക്കൂ. ചെടികളും നിറയെ പ്ലാന്റ്സും ഒക്കെ വെച്ചിട്ട് നല്ല ഭംഗിയാണ്. കയറി ചെല്ലുമ്പോഴേ ഒരു പോസിറ്റീവ് വൈബാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത്. ദെൻ അമ്മ അപ്പം ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അമ്മയും അച്ഛനും ഞാനും കൂടെയാണ് എല്ലാം അറേഞ്ച് ചെയ്തത്. അപ്പം പുതിയ വീടായതുകൊണ്ട് തന്നെ ചുമ്മാ ഒന്ന് ജസ്റ്റ് പാല് കാച്ചി ഞങ്ങളങ്ങനെ കയറുമായിരുന്നു. അപ്പം അതിന് മുമ്പായിട്ടാണ് ഞങ്ങളിതൊക്കെ അറേഞ്ച് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ജസ്റ്റ് ഒന്ന് പാല് കാച്ചാമെന്ന് വിചാരിച്ച് ജസ്റ്റ് ഒന്ന് പാല് കാച്ചാണ്. അങ്ങനെ ചെറിയ രീതിയിൽ ഒരു പാല് കാച്ചലൊക്കെ കഴിഞ്ഞു. അപ്പം ഇത് അമ്മയുടെ ഓൾഡ് സ്റ്റുഡൻ്റ് ആണ്, ഹരി എന്നാണ് പേര്. അപ്പം ഹരി വന്നിട്ട് ഇതെല്ലാം അമ്മയ്ക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്, ഒരു ചെറിയ അലമാരിയൊക്കെ പോലെ. ദെൻ ഞങ്ങൾ നെക്സ്റ്റ് ഡേ അഞ്ജന ചേച്ചിയാണ് ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ തന്നത്. അപ്പം ഞാനും അച്ഛനും കൂടെ അങ്ങോട്ട് പോയി കഴിക്കുകയാണ്. അന്ന് ഈവനിങ് തന്നെയാണ് ഞങ്ങൾ അമ്പലപ്പുഴ ക്ഷേത്രത്തിലേക്ക് പോയത്. തൊട്ടടുത്ത് തന്നെയാണ് നമുക്ക് അമ്പലപ്പുഴ ക്ഷേത്രം. അപ്പം അവിടെ ഉത്സവം നടക്കുകയാണ്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും കൂടെ പോവാണ്. ഞാനും അമ്മയും അച്ഛനും അതേപോലെ തന്നെ ഉഷ ആൻറ്റി, നേഘ, അഞ്ജന ചേച്ചിയൊക്കെ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചാണ് പോകുന്നത്. അപ്പം അതിനായിട്ട് ഞങ്ങളെല്ലാവരും റെഡി ആയിട്ട് ഇരിക്കുകയാണ് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ താഴെ ഇറങ്ങുമ്പോൾ 2 പാരറ്റ്സ് ഉണ്ട് അവിടെ. അപ്പം നല്ല ക്യൂട്ടാണ് അവരെ കാണാൻ വേണ്ടിയിട്ട്. ഞാൻ എപ്പോഴും അവിടെ പോയ കളിപ്പിക്കാറുണ്ട്. നല്ല നല്ല രസമാണ് അവർ രണ്ടുപേരെയും കാണാനും ഒക്കെ. അങ്ങനെ ഞങ്ങൾ അമ്പലപ്പുഴ ക്ഷേത്രത്തിലെത്തി. ഇനി ഇതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ടായിരിക്കും എൻ്റെ നെക്സ്റ്റ് വ്ളോഗ് ഉണ്ടാകുക. അപ്പം നിങ്ങൾക്ക് ഇതുവരെ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പം നെക്സ്റ്റ് വ്ളോഗ് ഉടനെ തന്നെ ഉണ്ടാകും. അതുവരേക്കും ബൈ.